ആരോഗ്യ പ്രവർത്തകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് സർവീസ് ആയ NHSൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും മാന്യവും ഉൾക്കൊള്ളുന്നതുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ പുതിയ NHS സ്റ്റാഫ് സ്റ്റാൻഡേർഡ്സ് UK സർക്കാർ പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ 10 വർഷത്തെ ആരോഗ്യരംഗ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുതിയ തൊഴിൽ മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നഴ്സുമാർ, ഡോക്ടർമാർ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ, പാരാമെഡിക്കുകൾ തുടങ്ങി NHSലെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒരേ നിലവാരത്തിലുള്ള തൊഴിൽ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്ന് നോക്കാം. ആദ്യമായി ജോലിസ്ഥലത്തെ വംശീയ വിവേചനത്തിനെതിരെ ഇനി കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും രോഗികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ വംശീയ അധിക്ഷേപമോ വിവേചനമോ നേരിടേണ്ടി വന്നാൽ അതിനി അവഗണിക്കാനാവില്ല. ഓരോ പരാതിയും ഗൗരവത്തോടെ അന്വേഷിച്ച് സമയബന്ധിതമായി നടപടി എടുക്കണമെന്ന് NHS ട്രസ്റ്റുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന മാറ്റം ആശുപത്രികളിലെ സുരക്ഷയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഭീഷണികൾ, വാക്കാലുള്ള അധിക്ഷേപങ്ങൾ എന്നിവ തടയാൻ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അപകട സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക സുരക്ഷാ പരിശീലനവും നൽകും. മൂന്നാമതായി ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ലൈംഗിക പീഡനമോ അനാവശ്യ പെരുമാറ്റമോ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കണം. പരാതി നൽകുന്ന ജീവനക്കാർക്ക് പ്രതികാര നടപടികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാന മാറ്റം ഫ്ലെക്സിബിൾ വർക്കിംഗ് ആണ്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ജോലി സമയം, ഷിഫ്റ്റ് ക്രമീകരണം, പാർട്ട് ടൈം ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ സൗകര്യം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ജീവനക്കാരെ ദീർഘകാലം NHSൽ നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം ജീവനക്കാരുടെ മാനസികാരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ജോലി സമ്മർദ്ദം, ബേൺ ഔട്ട്, മാനസിക ക്ഷീണം എന്നിവ കുറയ്ക്കാൻ കൗൺസിലിംഗ് സേവനങ്ങൾ, വെൽബീയിങ് പദ്ധതികൾ, മാനസികാരോഗ്യ സഹായങ്ങൾ എന്നിവ എല്ലാ NHS സ്ഥാപനങ്ങളും ഉറപ്പാക്കണം. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും പുതിയ നിർദ്ദേശങ്ങളുണ്ട്. പരാതികൾ സമയബന്ധിതമായി പരിഗണിക്കുകയും ജീവനക്കാർക്ക് വ്യക്തമായ പിന്തുണാ സംവിധാനം ഒരുക്കുകയും ചെയ്യേണ്ടത് ഓരോ NHS ട്രസ്റ്റിന്റെയും ഉത്തരവാദിത്തം ആയിരിക്കും. ഇംഗ്ലണ്ടിലെ അക്യൂട്ട് ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസുകൾ, മാനസികാരോഗ്യ ആശുപത്രികൾ, ആംബുലൻസ് ട്രസ്റ്റുകൾ എന്നിവിടങ്ങളിൽ ഈ പുതിയ സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായും നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മലയാളികൾ ഉൾപ്പെടെ UKയിൽ ജോലി ചെയ്യുന്ന വിദേശ ആരോഗ്യ പ്രവർത്തകർ ഏറെ കാലമായി ഉന്നയിച്ചിരുന്ന ജോലിസ്ഥല സുരക്ഷ, വിവേചനം, മാനേജ്മെന്റ് പിന്തുണ, ജീവനക്കാരുടെ ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ ഈ പുതിയ മാനദണ്ഡങ്ങളിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഭരണ നടപടി മാത്രമല്ല, NHSലെ തൊഴിൽ സംസ്കാരത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന നിർണായക പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും ലഭിക്കുമ്പോൾ അതിന്റെ ഗുണം ഒടുവിൽ രോഗികൾക്ക് ലഭിക്കുന്ന ആരോഗ്യ സേവനത്തിന്റെ നിലവാരത്തിലും പ്രതിഫലിക്കുമെന്നാണ് UK സർക്കാരിന്റെ പ്രതീക്ഷ. UK തൊഴിൽ മേഖലകളിലെ കൂടുതൽ വാർത്തകൾക്കായി ബിലാത്തി വാർത്തകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UKNewsMalayalam.com പോർട്ടൽ സന്ദർശിക്കുക.